നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സന്താനങ്ങളെ എങ്ങനെ സ്വയം പര്യാപ്തരാക്കാം, ഇതാണ് നമ്മുടെ വിഷയം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സന്താൻ കോ സ്വാവലംബി ബനാന ഹി പര്യാപ്ത് ഹെ എന്ന ഹിന്ദി പുസ്തകത്തിലെ ചിന്തകളെ ആസ്പദമാക്കിയുള്ളതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ഒരു രക്ഷാകർത്താവിന്റെ യഥാർത്ഥ കടമ എന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നിങ്ങളുടെ മക്കൾക്കു വേണ്ടി എന്ത് പൈതൃകമാണ് നിങ്ങൾ ബാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരുപാട് പണമോ സ്വത്തുക്കളോ, അതോ അതിനേക്കാളൊക്കെ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലുമാണോ? ഈയൊരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനായി നമ്മൾ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം ഒരു രക്ഷാകർത്താവിന്റെ ശരിയായ കടമ എന്താണെന്ന് നോക്കും. പിന്നെ അമിത സ്നേഹം എങ്ങനെ ഒരു കെണിയായി മാറുന്നു എന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാട്, ജീവിതത്തിലെ 2 വഴികൾ, അവസാനം യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള മാർഗം, ഇവയെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ഒരു രക്ഷാകർത്താവിന്റെ ശരിക്കുമുള്ള കടമ? എന്തായിരിക്കണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം? ഒരു രക്ഷാകർത്താവിന്റെ കടമയെ നമുക്ക് ഈ 4 ഘട്ടങ്ങളായി കാണാം. ഒന്നാമതായി, നല്ല ഭക്ഷണവും വസ്ത്രവും നൽകി അവരെ വളർത്തുക. രണ്ടാമതായി, നല്ല വിദ്യാഭ്യാസം നൽകി അവരുടെ അറിവും കഴിവും വികസിപ്പിക്കുക. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, നല്ല സംസ്കാരവും മൂല്യങ്ങളും പകർന്നുകൊടുക്കുക. പിന്നെ ഏറ്റവും അവസാനമായി, ഇതെല്ലാം നൽകിയ ശേഷം അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക, അതായത് അവരെ സ്വതന്ത്രരാക്കുക. ഇതാണ് ഒരു രക്ഷാകർത്താവിന്റെ പൂർണ്ണമായ കർത്തവ്യം. ഇതൊരു പുണ്യകർമ്മം പോലെയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കുട്ടികളെ ആവശ്യത്തിന് ശ്രദ്ധിക്കാത്തതുപോലെ തന്നെ അപകടകരമാണ് അവരെ അമിതമായി ലാളിക്കുന്നതും. കാരണം നമ്മുടെ അവസാന ലക്ഷ്യം അവരെ എപ്പോഴും ചേർത്ത് പിടിക്കുക എന്നതല്ല, മറിച്ച് കഴിവുള്ള, സംസ്കാരമുള്ള, സ്വയം പര്യാപ്തരായ വ്യക്തികളാക്കി മാറ്റുക എന്നതാണ്. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തില് ഒരു ജോലി കണ്ടെത്താനും വിവാഹം നടത്തിക്കൊടുക്കാനും സഹായിക്കുന്നതും ഈ കടമയുടെ ഒരു ഭാഗമായി പലരും കാണുന്നുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിയുന്നതോടെ മക്കളോടുള്ള ഒരു രക്ഷാകർത്താവിന്റെ നേരിട്ടുള്ള കടമകൾ ഏതാണ്ട് പൂർത്തിയാവുകയാണ്. എന്നാൽ ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ ശേഷം എന്ത് സംഭവിക്കുന്നു? അമിതമായ സ്നേഹം അവിടെ ഒരു കെണിയായി മാറാൻ തുടങ്ങും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ശരിയായ കടമയും ഈ അമിത സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ശരിയായ കടമ അവരെ സ്വയം പര്യാപ്തരാക്കുമ്പോൾ, അമിതമായ സ്നേഹം അവരെ അലസരും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരുമാക്കി മാറ്റുന്നു. ഒന്ന് അവരെ ധീരരാക്കുന്നു, നല്ല സ്വഭാവമുണ്ടാക്കുന്നു. എന്നാൽ മറ്റൊന്ന് അവരെ ദുർബലരാക്കുകയും ദുശ്ശീലങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഗ്രന്ഥകാരന്റെ ഈ വാക്കുകൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് നിങ്ങൾ വെറുതെ നൽകുന്ന പണം ഒരു മധുരമുള്ള വിഷം പോലെയാണ്. അത് അവരിൽ അലസതയും അഹങ്കാരവും ധൂർത്തും വളർത്താനേ ഉപകരിക്കൂ. അതുകൊണ്ട് തന്നെ ഈ അമിത സ്നേഹം 3 തരത്തിലുള്ള അനീതിയാണ്. 1, അത് കുട്ടിയുടെ ഭാവിയെ നശിപ്പിക്കുന്നു. 2, രക്ഷാകർത്താവിന്റെ ആത്മീയമായ വളർച്ചയെ തടയുന്നു. 3, സമൂഹത്തിന് പ്രയോജനപ്പെടേണ്ട സമ്പത്ത് പാഴായിപ്പോകുന്നു. അപ്പോൾ കുട്ടികളോടുള്ള നമ്മുടെ കടമ കഴിഞ്ഞാൽ പിന്നെന്താണ്? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അവിടെ തീർന്നോ? ഇല്ല. അവിടെയാണ് ജീവിതത്തിലെ അടുത്ത വലിയ കടമ തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം സാധ്യമാക്കിയത് ഈ സമൂഹമാണ്. നമുക്ക് കിട്ടിയ അറിവ്, കഴിക്കുന്ന ഭക്ഷണം, അങ്ങനെ എല്ലാം എണ്ണമറ്റ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തോട് നമുക്ക് തിരികെ ഒരു കടപ്പാടുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തില് ഇതിനൊരു മനോഹരമായ സങ്കല്പമുണ്ട്, വാനപ്രസ്ഥം. ഇത് വെറുതെയിരിക്കുന്ന റിട്ടയർമെന്റ് ജീവിതമല്ല, മറിച്ച് സ്വന്തം കുടുംബമെന്ന ചെറിയ വൃത്തത്തിൽ നിന്ന് പുറത്തുകടന്ന് ലോകമെന്ന വലിയ കുടുംബത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അതായത് വ്യക്തിപരമായ കടമകൾ തീർന്നാൽ നമ്മുടെ കയ്യിലുള്ള അധിക സമയവും ഊർജവും പണവും അറിവും സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണം. അതാണ് നമ്മുടെ അടുത്ത കടമ. അപ്പോൾ ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ ഓരോ വ്യക്തിയുടെ മുന്നിലും 2 വഴികളുണ്ട്. 2 വ്യത്യസ്തമായ വഴികൾ. അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഈ കാണുന്നതാണ് ആ 2 വഴികൾ. ഒന്ന്, മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ച് സമ്പാദിച്ചതെല്ലാം അവർക്ക് വേണ്ടി കൂട്ടിവെക്കുന്ന സ്വാർത്ഥമായ വഴി. മറ്റൊന്ന്, തന്റെ കയ്യിലുള്ളത് സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിച്ച് വിശാലമായ മനസ്സോടെ ജീവിക്കുന്ന വഴി.
ഒന്ന് നമ്മളെ ബന്ധനങ്ങളിൽ തളച്ചിടുന്നു, മറ്റൊന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. തനിക്കുപയോഗിക്കാൻ പറ്റാത്ത നിധിക്ക് കാവലിരിക്കുന്ന ഒരു പാമ്പിനെ പോലെയാണ് വാർദ്ധക്യത്തിലും സമ്പത്ത് കൂട്ടിവെക്കുന്നയാൾ എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. എത്ര ശരിയായ ഉപമയാണല്ലേ? അപ്പോ ഈ രണ്ട് വഴികളിൽ ഏതാണ് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷവും സംതൃപ്തിയും തരുന്നത്? ഏത് വഴിയാണ് മനുഷ്യജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്? പണ്ടുകാലത്ത് അർഹിക്കാതെ കിട്ടുന്ന സ്വത്ത് ഒരു സമ്മാനമായിട്ടല്ല, മറിച്ച് ഒരു വലിയ കടമായിട്ടാണ് കണ്ടിരുന്നത്. പൂർവികരുടെ പേരിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ആ കടം വീട്ടുകയാണ് ചെയ്തിരുന്നത്. ഇന്നത്തെ ചിന്താഗതിയിൽ നിന്ന് എത്ര വ്യത്യസ്തമാണത്! എന്നാൽ ഇന്നത്തെ അവസ്ഥയോ, പലപ്പോഴും മക്കളിൽ നിന്ന് അവഗണന സഹിച്ചാലും തന്റെ സമ്പാദ്യം മുഴുവൻ അവർക്ക് കൊടുക്കണം എന്ന തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. ഇതൊരു ദുരന്തം തന്നെയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ പ്രവൃത്തികളെല്ലാം സ്വാർത്ഥത നിറഞ്ഞതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും പ്രാർത്ഥനകൾക്കും നമുക്ക് ശരിക്കുള്ള മനസ്സമാധാനം തരാൻ കഴിയുമോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട ആ അറിവിന്റെ വെളിച്ചമെന്താണ്? ഇതാണ് ഏറ്റവും വലിയ സത്യം. ഒരു മനുഷ്യന്റെ യഥാർത്ഥ പാരമ്പര്യമെന്ന് പറയുന്നത് അവർ മക്കൾക്കു വേണ്ടി ബാക്കിവെക്കുന്ന സ്വത്തല്ല, മറിച്ച് ഈ സമൂഹത്തിനു വേണ്ടി അവർ എന്ത് ചെയ്തു എന്നതാണ്. ഈയൊരു ചിന്ത നമ്മുടെ എല്ലാ മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ.